ഹായ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമാറ്റീവ് അസസ്മെൻ്റ് എന്നാൽ എന്താണെന്നുള്ളതാണ്. ഇത് നെറ്റിനും സെറ്റിനും ഒക്കെ നമ്മുടെ പേപ്പർ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഒരുപാട് ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് ഉണ്ട് അല്ലേ? അതിലൊന്നാണ് ഫോർമാറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ് എന്താണ് ഫോർമാറ്റീവ് അസസ്മെൻ്റ് എന്നുള്ളതൊക്കെ. സോ നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് ആദ്യം പോവാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ ഫോർമാറ്റീവ് അസസ്മെൻ്റ് ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ്? ഓപ്ഷൻസ്: conducted after instruction to evaluate learning outcomes. Option B, aimed at assigning grades to students. Option C, focuses on improving student learning during instruction. Option D, used exclusively for administrative decisions. So formative assessment എന്നാൽ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്വിസ് നടത്തുകയാണ്. ഓക്കെ, എന്താണ് ഒരു ഷോർട്ട് ക്വിസ് നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പോലെ നടത്തുകയാണ്. ഒരു റീസെൻറ്റ് ടോപ്പിക്കിനെ കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ടെന്ന്, സ്റ്റുഡൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്വിസോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റോ അങ്ങനെയൊക്കെ നടത്തുന്നത് ഒരു ഫോർമാറ്റീവ് അസസ്മെൻ്റ് ആണ്. അതുപോലെ വേറൊരു ഇത് പറയുകയാണെങ്കിൽ എക്സിറ്റ് ടിക്കറ്റ് എന്ന് പറയും. അതായത് ഒരു ലെസൻ്റെ അവസാനം സ്റ്റുഡൻസ് എന്താണ് അവർ പഠിച്ചതെന്ന് അവർ റൈറ്റ് ഡൗൺ ചെയ്യുന്നു, എഴുതുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നു. ആൻഡ് ഇതൊക്കെ ഒരു ഫോർമാറ്റീവ് അസസ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. ആൻഡ് 1 minute പേപ്പർ, that is, students write a brief response to a prompt like what was the most important thing you learned today. അപ്പോൾ ഇന്ന് പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെക്കുറിച്ച് സ്റ്റുഡൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതുന്നു. ഇതൊക്കെ എഴുതാൻ പറയും നമ്മൾ സ്റ്റുഡൻസിനോട്, അപ്പോൾ അവരത് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഫോർമാറ്റീവ് അസസ്മെൻറ്റിന് എക്സാമ്പിളാണ്. ഫോർമാറ്റീവ് അസസ്മെൻറ്റ് അപ്പോൾ എന്താണ്? ഫോക്കസസ് ഓൺ ഇംപ്രൂവിങ് സ്റ്റുഡൻറ് ലേണിംഗ് ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ. അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാണ് അല്ലേ, ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫോർമാറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റീസെൻറ്റ് ടോപ്പിക്കിനെ കുറിച്ചുള്ള അവരുടെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു അസസ്മെൻറ്റ് നടത്തുന്നു. അത് ഒരു ഫോർമാറ്റീവ് അസസ്മെൻ്റ് ആണ്. അതാണ് അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫോക്കസസ് ഓൺ ഇംപ്രൂവിങ് സ്റ്റുഡൻറ് ലേണിംഗ് ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ. താങ്ക് യു.